കടമെടുപ്പിലും ജോലി വാഗ്ദാനത്തിലും പരസ്പരം കൊമ്പുകോർത്ത പത്തനംതിട്ടയിൽ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി തീപാറുന്ന വാദപ്രതിവാദങ്ങൾക്കാണ് വേദിയായത്. സംവാദത്തിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പങ്കെടുത്തില്ല. റബ്ബറിന്റെ വിലയിടിവിലാണ് തർക്കം തുടങ്ങിയത്. കുറഞ്ഞ വിലയ്ക്ക് കാരണം BJP സർക്കാർ എന്ന ആന്റണി. ആസിയാൻ കരാർ ഓർമ്മപ്പെടുത്തി തോമസ് ഐസക് അത് UPA സർക്കാരിന്റെ മേൽചാരി. ഇതിനിടെ ചൂടേറിയ വാദങ്ങൾക്ക് വഴിമരുന്നിട്ട് കിഫ്ബി കടന്നു വന്നു. കടത്തിന്റെ കണക്ക് പറഞ്ഞ് ആളെ ഭയപ്പെടുത്താൻ നോക്കരുതെന്ന് തോമസ് ഐസക്. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് 1.7 ലക്ഷം കോടി രൂപയായിരുന്നു. അടുത്ത 5 വർഷം കൊണ്ട് 3.4 ലക്ഷം കോടിയായി. അടുത്ത സർക്കാർ വരുമ്പോൾ 6.8 ലക്ഷം കോടിയാവും. കിഫ്ബി എന്ന തെറ്റായ സാമ്പത്തിക ശാസ്ത്രമാണ് കേരളത്തെ കുട്ടിച്ചോറാക്കിയതെന്ന് മറുപടി. അപ്പോൾ ഇത്രയും ഡിഫറൻസ് വായ്പ എടുത്ത് കേരളത്തെ കടക്കണയാക്കി ഇവിടെ ഉച്ചക്കഞ്ഞിയില്ല, പെൻഷനും ഇല്ല, സാമൂഹ്യക്ഷേമ പെൻഷനും ഇല്ല, കേരളം പൈസ അടയ്ക്കാൻ നിർവാഹമില്ലാത്തൊരു ഗതികേടിൽ എത്തിച്ചിട്ട് അപ്പോൾ അതിന് ഇതാണ് $50 എക്സ്ചേഞ്ചിന്റെ ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് എന്ത് ന്യായമുള്ളത്? പത്തനംതിട്ടയിൽ മാത്രം 7000 കോടി രൂപയുടെ വികസനം കിഫ്ബി വഴി സാധ്യമായെന്ന് തോമസ് ഐസക്. ഇങ്ങനൊരു സംവിധാനം ഇല്ലാതെ എങ്ങനെയാണ് 7000 കോടി രൂപ സംസ്ഥാന സർക്കാർ UDF സർക്കാർ ഭരിക്കണമെന്നിരിക്കട്ടെ പത്തനംതിട്ട ചെലവാക്കാം? UDF സർക്കാർ ഭരിച്ചപ്പോഴാണ് ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ വികസനം നടന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. എത്ര മെഡിക്കൽ കോളേജുകൾ, 274 പാലങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ, അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം ഹാർബർ, കണ്ണൂർ വിമാനത്താവളം, ഇതിനെല്ലാം പണം മുടക്കിയത് ഉമ്മൻചാണ്ടിയാണ്. മൈഗ്രേഷൻ കോൺക്ലേവിനെ തുടർന്ന് 1.5 ലക്ഷം പേർക്ക് ജോലിയെന്ന ഇടത് സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം തന്നെ തട്ടിപ്പാണെന്ന് ആന്റണി തുറന്നടിച്ചു. ഇത്രയും 50,000 തൊഴിൽ ഒരു ഓഫർ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ 20 വർഷം കൊണ്ട് ആലപ്പുഴയിൽ തൊഴിലില്ലായ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വയനാട് പൂക്കോട് ക്യാമ്പസിലെ അക്രമവും തർക്കത്തിന് ഇടവരുത്തി. കേരളത്തിലെ ക്യാമ്പസിനെ മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റിയിട്ട് വന്നിരുന്നു ഇങ്ങനെ വർത്തമാനം പറയുന്നത് വസ്തുത തന്നെയാണ്. ഒരു കേസുകാരൻ SFI കൊലപ്പെടുത്തിയിട്ടുള്ള പേര് പറ. ചലഞ്ചിങ് യു പറ. SFIക്കാരെല്ലാം മാലാഖമാരാണ്. അവരെ തലവടിക്കൊണ്ടിരിക്കും. മഹാരാജ് കോളേജ് ആയാലും ഇപ്പൊ ഈ പൂക്കോട്ട് കോളേജ് ആയാലും സകല കോളേജിലും അവർ നടത്തുന്നത് ദേശസ്നേഹപരമായ കാര്യങ്ങളാണ് നടത്തുന്നത് കേട്ടോ. SSKയുടെ അധ്യാപക സംഗമത്തിൽ താനെത്തിയത് അവസാന ഘട്ടത്തിലാണെന്നും വോട്ട് ചോദിച്ച് എവിടെയും എത്താനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും തോമസ് ഐസക് വിശദീകരിച്ചു. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഇടത് സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നുവെന്ന പരാതിയുമായി UDF കഴിഞ്ഞ ദിവസം കലക്ടറെ സമീപിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.